തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം SV ശാസ്ത്രി നഗറിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. എക്സ്റ്റീരിയർ ഫീച്ചറുകളിൽ ചില പുതുമകളുള്ള ഒരു വീട്. സത്യത്തിൽ എക്സ്റ്റീരിയറിനേക്കാൾ ഇൻസൈഡിന് പ്രാധാന്യം നൽകി രൂപകൽപ്പന ചെയ്ത ഒരു വീടാണിത്. ഭംഗിയേറിയ ഈ ലിവിംഗ് ഏരിയ, അതിന് തൊട്ടിപ്പുറം ഒരുക്കിയ ഈ ഗസ്റ്റ് ബെഡ്റൂം, ഈ കോർട്ട്യാർഡ് സ്പേസ്, നല്ല പ്രൈവസി ഫീൽ കിട്ടും വിധം ഒരുക്കിയ ഈ ഡൈനിങ് ഏരിയ, ഡൈനിങ്ങിനരികെ പ്രത്യേക മുറിയായി രൂപകൽപ്പന ചെയ്ത കിച്ചണും വർക്കിംഗ് കിച്ചണും, പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം, പേപ്പർ ഫോൾഡിംഗ് ഷേപ്പിൽ രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റെയർ കേസ്, അത് കയറി ചെല്ലുന്ന മുകൾ നിലയിൽ ഒരുക്കിയ ഈ അപ്പർ ലിവിംഗ് ഏരിയ, മുകൾ നിലയുടെ 2 കോർണറുകളിലായി ഒരുക്കിയ 2 കിഡ്സ് ബെഡ്റൂമുകൾ, ഇരുനിലയിലുള്ള ഈ വീട്ടിലെ പ്രധാന സൗകര്യങ്ങൾ ഇത്രയുമാണ്. ഇങ്ങനെ എക്സ്റ്റീരിയർ ഫീച്ചറുകളേക്കാളേറെ ഇൻസൈഡ് ലേഔട്ടിനും ഇന്റീരിയർ ഫർണിഷിംഗിനും പ്രാധാന്യം നൽകിയൊരുക്കിയ ഒരു വീടാണിത്. സൗദി അറേബ്യയിൽ റൊവാഡ് അൽ ജസീറ ഹോൾഡിംഗ് കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി ജോലി ചെയ്യുന്ന ശ്രീ അലക്സ് ചെറിയാന്റെയും ഭാര്യ മറിയയുടെയും വീടാണ് ഇത്. ശ്രീ അലക്സ് ചെറിയാന്റെയും ഫാമിലിയുടെയും സൗകര്യാർത്ഥം ഈ വീടിന് രൂപകൽപ്പനയൊരുക്കിയത് ചെറിയാന്റെ സുഹൃത്തും ആർക്കിടെക്റ്റുമായ ശ്രീ അനിൽ കുര്യനാണ്. 7 സെന്റിലാണ് 3500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഈ വീട് രൂപകൽപ്പന ചെയ്തത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ ജോലി നോക്കുന്നു. ഞങ്ങൾ കുടുംബസമേതം അവിടെയായിരുന്നു. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയിട്ട് ഇവിടെ ഞങ്ങൾ സ്ഥലം മേടിക്കുവാനായിട്ട് ചിന്തിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഒരു 12 സെൻറ്റ് സ്ഥലം മണ്ണന്തലയ്ക്കടുത്ത് MC റോഡിൽ SV ശാസ്ത്രി നഗറിൽ ലഭിക്കുവാനിടയായി. അതോടനുബന്ധിച്ച് തന്നെ വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹവും ഞങ്ങൾ നിവർത്തിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ സുഹൃത്തായ ആർക്കിടെക്റ്റ് അനിൽ കുര്യനുമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹത്തോട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പറയുകയും ചെയ്തു. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് 4 ബെഡ്റൂമുള്ള ഒരു ഭവനം വേണമെന്നായിരുന്നു. രണ്ടാമത് ഒരുപാട് ലിവിങ് സ്പേസ് വേണം, ഓപ്പൺ സ്പേസസ് വേണം, കാറ്റും വെളിച്ചവും നന്നായി കടന്നു വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഡിസൈൻ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നത്. പ്ലോട്ടിന്റെ ആ ഷേപ്പിനനുസരിച്ച് നീളത്തിൽ ഫ്രണ്ടേജ് നൽകിയാണ് ആർക്കിടെക്ട് അനിൽ കുര്യൻ ഇതിന്റെ രൂപകൽപ്പന ഒരുക്കിയത്. ഫ്ളാറ്റ് റൂഫിൽ സ്ട്രക്ചർ നിർമ്മാണം നടത്തിയ ഒരു വീടാണിത്. എങ്കിലും എക്സ്റ്റീരിയറിന്റെ ഫീച്ചറുകളായി കുറെ ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫ് എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ നിലയിൽ നീണ്ട വരാന്ത നൽകിക്കൊണ്ടുള്ളതാണ് ഇതിന്റെ ഡിസൈൻ. മുകൾ നിലയിലും വരാന്ത നൽകിയിട്ടുണ്ട്. ഇരുനില സ്ട്രക്ചറാണ് വീടിന്. എങ്കിലും സ്റ്റെയർ കേസിന്റെ റൂഫ് ഒരുക്കിയത് 3 നില എന്ന മട്ടിലാണ്. ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫ് ടോപ്പിൽ കൂടി കയറി ചെല്ലാവുന്ന വിധത്തിൽ സ്റ്റെയർ കേസ് രൂപകൽപ്പന ചെയ്തതുകൊണ്ടുണ്ടായ ഒരു ഫോമാണ് ഇത്. എക്സ്റ്റീരിയറിൽ അത് നല്ലൊരു എലമെന്റായി മാറുകയും ചെയ്തു. എക്സ്റ്റീരിയർ ഡിസൈനിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ പുതുമകൾ ഈ വീടിന്റെ ഡിസൈനിന് ഒരു തനിമ നൽകുന്നുണ്ട്. വീടിന്റെ ഒരു വശം ചേർന്ന് നൽകിയ കാർ പോർച്ചും അതിന്റെ ഡബിൾ ഹൈറ്റും അരികിലുള്ള പില്ലറുകളും കൂടി എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലെ ഒരു എലമെന്റായി ഈ വീട്ടിൽ കാണാം. ഞങ്ങൾക്ക് വീടിന്റെ എലിവേഷനെ കുറിച്ച് വലിയ കണ്ടീഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാര്യം ഒരു നല്ല വീട് അകം നല്ലതായിട്ട് ഫർണിഷ് ചെയ്യുക, പുറത്തെ ബ്യൂട്ടി സാരമാക്കിയിരുന്നില്ല. എന്നാൽ ആർക്കിടെക്ട് 2 ഡിസൈൻ തന്നു. ഒന്ന് ഒരു കണ്ടംപററി ഡിസൈൻ. അത് ഞങ്ങൾ ഏകദേശം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം അതല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്കും കേരളീയ പ്രകൃതിക്കും യോജ്യമായത് കേരള സ്റ്റൈൽ ഈ ഇപ്പോൾ പണിതിരിക്കുന്ന ഡിസൈനാണെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് യോജിക്കുകയായിരുന്നു. കാർ പോർച്ചിന് നേരെയാണ് ഈ വീടിന്റെ ഗേറ്റ്. ഗേറ്റ് കടന്ന് കാർ പോർച്ചിലെത്തി അവിടെ നിന്ന് വരാന്തയിലേക്ക് കയറി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്ന ഘടനയാണ് ഈ വീടിന്. നീണ്ട വരാന്തയാണ്
മുൻവശത്ത്. പടിഞ്ഞാറ് മുഖദർശനമായുള്ള വീടാണിത്. ഉച്ചതിരിഞ്ഞുള്ള വെയിൽ ചൂട് വീടിന്റെ മെയിൻ വാളിനെ ബാധിക്കാത്ത വിധത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ വരാന്തയുടെ നിർമ്മാണം വഴി സാധിച്ചിട്ടുണ്ട്. അതിനാൽ വെയിൽ ചൂട് വീടിനെ ഏറെ ബാധിക്കില്ല. വരാന്ത നൽകിയതിനാൽ മഴച്ചാറ്റിലും ചുമരിനെ സ്പർശിക്കില്ല. അത്തരമൊരു മെച്ചം ഈ വരാന്തയുടെ രൂപകൽപ്പന വഴി ഉണ്ടായിട്ടുണ്ട്. വരാന്തയിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന വിധത്തിലാണ് വീടിന്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഇത് തുറക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഒരു വശത്ത് ഈ ലിവിംഗ് ഏരിയ, തൊട്ടരികെ കോർട്ട്യാർഡ്, അതിനുമപ്പുറം ഡൈനിങ് സ്പേസ്, സ്റ്റെയർകേസ് എന്നിവയൊക്കെ നൽകിയത് ഈ ഹാളിലാണ്. വാതിൽ തുറന്ന് പ്രവേശിക്കുന്നതിന് തൊട്ടിടതുഭാഗത്തായി എൽ ഷേപ്പിൽ ഫർണിഷ് ചെയ്ത ഈ ഇടമാണ് ഇവിടുത്തെ ഫോമൽ ലിവിംഗ് സ്പേസ്. ഓപ്പൺ സ്റ്റൈൽ ലിവിംഗ് ഏരിയയാണ്. എങ്കിലും റൂം ലേഔട്ടിൽ സ്വീകരിച്ച ചില തന്ത്രങ്ങളിലൂടെ നല്ലൊരു പ്രൈവസി ഈ ഏരിയയ്ക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന് തൊട്ടരികെ തന്നെയാണ് പ്രെയർ ഏരിയയും. ലിവിംഗ് ഏരിയയ്ക്ക് തൊട്ടരികെ തന്നെയാണ് കോർട്ട്യാർഡും. വീടിനുള്ളിൽ നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും ലഭിക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഇത്. മഴ സീസണിൽ കവർ ചെയ്യാവുന്ന വിധത്തിലും അല്ലാത്തപ്പോൾ ഓപ്പൺ ചെയ്യാവുന്ന വിധത്തിലുമാണ് കോർട്ട്യാർഡിന്റെ റൂഫ് ഒരുക്കിയത്. ഈ കോർട്ട്യാർഡ് നിർമ്മിച്ചത് ആർക്കിടെക്റ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. കേരളത്തിന്റെ കാലാവസ്ഥയും മൺസൂണും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ ഇത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇത് നിർമ്മിക്കുവാൻ ഇടയായി. വാസ്തുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ശ്രീ അലക്സ് ചെറിയാന്റെ വീടിന്റെ ബാക്കി കാഴ്ചകൾ. കോർട്ട്യാർഡിന് തൊട്ടപ്പുറം സ്റ്റെയർകേസ്, അതിന്റെ ഒരു വശം ചേർന്ന് ഡൈനിങ് ഏരിയ. ആ മട്ടിലാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ. ഓപ്പൺ സ്റ്റൈൽ ഡൈനിങ് ആണ്. പക്ഷേ റൂഫ് ഷേപ്പിന്റെ പ്രത്യേകത കൊണ്ട് നല്ല പ്രൈവസി ലഭിക്കും വിധമാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് തൊട്ടരികെ ആകർഷകമായ വിധത്തിൽ സ്പേഷ്യസ് ആയ വാഷ് കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു വുഡൻ ക്രോക്കറി ഷെൽഫും ഡൈനിങ് ഏരിയയ്ക്ക് അരികിലുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് തൊട്ടരികെ പ്രത്യേക മുറികളായാണ് കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിവ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേക മുറിയായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി കിച്ചണും ലഭിച്ചിട്ടുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ നൽകിയാണ് കിച്ചണിന്റെ നിർമ്മാണം. ടീക്ക് വുഡ് ക്യാബിനുകൾ, ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കിച്ചൺ എക്യുപ്മെന്റുകൾ എന്നിവ കിച്ചന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കിച്ചനോട് ചേർന്ന് നൽകിയ വർക്കിംഗ് കിച്ചൺ ആകട്ടെ കൂടുതൽ പാചക സൗകര്യവും ഒരുക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ള ആദ്യ കിടപ്പുമുറി ഈ ഗസ്റ്റ് ബെഡ്റൂമാണ്. കാർപോർച്ചിന് തൊട്ടരികെ കാണുന്ന ഈ മുറിയാണ് ഗസ്റ്റ് ബെഡ്റൂം. കാർപോർച്ചിൽ നിന്ന് എൻട്രി ചെയ്യാവുന്ന വിധം പ്രത്യേകം ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഇൻസൈഡിൽ കൂടിയാണെങ്കിൽ ഫോമൽ ലിവിംഗ് ഏരിയയ്ക്കരികിലുള്ള ഈ ഫോയർ വഴിയും ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഇതിന്റെ ടോയ്ലറ്റ് നൽകിയത് കോമൺ ടോയ്ലറ്റ് ആയി കൂടി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ അടുത്ത കിടപ്പറ മാസ്റ്റർ ബെഡ്റൂമാണ്. തെക്ക് പടിഞ്ഞാറ് കോർണറിലായാണ് ഇതിന്റെ സ്ഥാനം, അതായത് കന്നിമൂലയിൽ. ഡൈനിങ് ഏരിയയ്ക്കും സ്റ്റെയർകേസിനും അരികിൽ നിന്നാണ് എൻട്രി. മനോഹരമായി ഫർണിഷ് ചെയ്ത മുറിയാണ്. അത്യാധുനിക ശൈലിയിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി, മനോഹരമായ ടീക്ക് വുഡ് വാർഡ്രോബ് എന്നിവയൊക്കെ ഈ കിടപ്പുമുറിയുടെ സൗകര്യമേറ്റുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് ഒരുപാട് അകലത്തിലായാണ് മാസ്റ്റർ ബെഡ്റൂം. അതിനാൽ എക്സ്ട്രീം പ്രൈവസി ബെഡ്റൂമുകൾ തമ്മിലുണ്ട്. ബെഡ്റൂം ഡിസൈനിന്റെ കാര്യത്തിൽ ഞാൻ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായി, ബെഡ്റൂമുകൾ അടുത്തടുത്ത് വരരുത്. അപ്പോൾ അത് ഉപയുക്തമാക്കാൻ തക്കവണ്ണം 2 ലെവലിൽ 2 ഫേസിലായിട്ടാണ് ഈ വീടിൻ്റെ 4 ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. അതുവഴി മാക്സിമം പ്രൈവസി കിട്ടുവാൻ തക്കവണ്ണം ഈ വീട്ടിലെ ബെഡ്റൂമുകൾക്ക്
കഴിഞ്ഞു. മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ സ്റ്റെയർകേസ്. സർക്കുലർ ഫോൾഡർ ഷേപ്പിലാണ് നിർമ്മാണം. 3 നിലയുടെ ഉയരത്തിലുള്ള ഘടന. പുറം കാഴ്ചയിൽ ഒരു ഡൂം പോലെ കാണുന്ന ഈ എലമെന്റ് സ്റ്റെയർകേസിന്റേതാണ്. സ്റ്റെയർകേസിന്റെ ചുവടുവശം ഒരു ലൈബ്രറി സ്പേസ് ആയി മാറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ പൊതുവായനയ്ക്കുള്ള ഇടമായി ഈ സ്ഥലം പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ വീടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്ന സർക്കുലർ ഫോൾഡിംഗ് സ്റ്റെയർ കേസ്. കറക്റ്റ് 360 ഡിഗ്രിയിൽ സർക്കുലേറ്റ് ചെയ്തു നടുവിൽ ഓപ്പണിംഗ് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായി ഇത് നിർമ്മിച്ചിരിക്കുന്നു. സ്റ്റെയർകേസിന്റെ പാതി കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറായി. നല്ലൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പ്രധാനമായും ചിൽഡ്രൻസ് സോൺ എന്ന നിലയിലാണ് ഇതിന്റെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ എന്ന കോൺസെപ്റ്റിലാണ് ഈ ഇടം ഒരുക്കിയത്. ഈ വീടിന്റെ മുകൾ നില ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി സോൺ ആയിട്ടാണ്. വേണമെങ്കിൽ കിഡ്സ് സോൺ എന്ന് തന്നെ പറയാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടെത്തി ഇങ്ങനൊരു വീട് നിർമ്മിക്കുവാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടായത്. അപ്പോൾ ആ ഫാമിലി സോണിൽ മാക്സിമം പ്രൈവസി വേണം, മാക്സിമം സൗകര്യങ്ങൾ വേണം. അത് കണക്കാക്കി അപ്പർ ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമും ഡിഫറൻറ്റ് സോണിലായതിനാൽ അവിടെയും പ്രൈവസി കിട്ടത്തക്ക രീതിയിൽ സെപ്പറേറ്റ് ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നു. നടുവിലൂടെ താഴേക്ക് പോകുമ്പോഴോ മുകളിലേക്ക് വരുമ്പോഴോ ആരുടെയും സ്വകാര്യതയ്ക്ക് ഭംഗം വരാതിരിക്കാൻ തക്കവണ്ണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. മുകൾ നിലയിൽ ഇവിടെയുള്ളത് 2 കിടപ്പറകളാണ്. കുട്ടികളുടെ പഠന സൗകര്യം കൂടി കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്തതിനാൽ സ്റ്റഡി കം ബെഡ്റൂമാണ്. മുകൾ നിലയിലെ ആദ്യ കിടപ്പറ ഇതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകളിലാണ് ഇതിന്റെ സ്ഥാനം. മുകൾ നിലയിലെ അടുത്ത കിടപ്പറ ഇതാണ്. സ്റ്റഡി കം ബെഡ്റൂം എന്ന നിലയിൽ തന്നെ ഒരുക്കിയ കിടപ്പറ. ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിന് നേരെ മുകളിലാണ് ഇതിന്റെ സ്ഥാനം. പൊസിഷൻ വൈസ് മുകൾ നിലയിലെ ആദ്യ കിടപ്പുമുറിയിൽ നിന്നുള്ള അകലം ഈ കിടപ്പുമുറിക്ക് നല്ല പ്രൈവസി നൽകുന്നുണ്ട്. ഒരു ബാൽക്കണി സ്പേസ് കൂടി നൽകിയാണ് ഇതിന്റെ രൂപകൽപ്പന. സ്ക്വയർ ഫുട്ട് വലിപ്പമുള്ള ഒരു വീടാണിത്. ഇതിന്റെ 1/3 ഭാഗം മാത്രമാണ് കിടപ്പറകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ബാക്കി മുറികളെല്ലാം തന്നെ കോമൺ ഏരിയകളായി, അതായത് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിലാണ് ഡിസൈൻ ചെയ്തത് എന്ന പ്രത്യേകതയുമുണ്ട്. എക്സ്റ്റീരിയറിൽ വലിയ കെട്ടുകാഴ്ചകളൊന്നുമില്ലാത്ത ഒരു വീട്. പക്ഷേ ഇതിന്റെ ഇൻസൈഡ് ആകട്ടെ ഏറെ ആകർഷകവും ലിവിംഗ് ഫ്രണ്ട്ലിയും. ആ അർത്ഥത്തിലാണ് ഈ വീട് നമ്മുടെ ശ്രദ്ധ കവരുന്നത്.